അങ്ങനെ രണ്ട് റൈനകളെ കാണുവാൻ വേണ്ടി ഇവിടെ. ഇത് മുള്ളൻ കുഞ്ഞല്ല, ഞങ്ങളുടെ ആനക്കാരനാണ്. ഹലോ ഗൈസ്, നമ്മളിന്ന് കാസിരംഗ നാഷണൽ പാർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുന്ന വഴി കുറച്ച് റൈനോയൊക്കെ അവിടെ ഇരുന്ന് മെയ്യുന്നുണ്ടായിരുന്നു, രണ്ട് ആനകളും. നമ്മൾ ഇന്നലെ ടെസ്പൂരിൽ നിന്ന് ഇന്ന് രാവിലെ ടെസ്പൂരിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങി നേരെ ഞങ്ങൾ കാസിരംഗയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കാസിരംഗയിലേക്കുള്ള നാഷണൽ ഹൈവേ. അപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം കുറേ ഗ്രാമങ്ങളും കുറച്ച് ആളുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു ഇവിടെ മഴക്കാലം ആകുമ്പോൾ ഇതിൽ മൊത്തം വെള്ളം കയറിയിട്ട് ഈ ഗ്രാമങ്ങളിലുള്ള ആൾക്കാരെല്ലാം ഈ റോഡിന്റെ സൈഡിലേക്കായിട്ട് വന്ന് താമസിക്കും എന്നാണ് പറയുന്നത്. മഴക്കാല സമയങ്ങളിലെല്ലാം കാസിരംഗ നാഷണൽ പാർക്ക് അടച്ചിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ചില ഈ സമയമൊക്കെ നല്ല പീക്ക് ടൈമാണ്, വരാൻ പറ്റിയ സമയമാണ്, ഏപ്രിൽ മാസം ഇതെല്ലാം. അപ്പോൾ മെയ് ജൂൺ ഒക്കെ ആകുമ്പോഴേക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ആ സമയം ആകുമ്പോഴേക്കും ഇത് ഫുള്ള് അടച്ചിടും. ഇപ്പോൾ സമയം വെളുപ്പിന് 4 മണി ആയിരിക്കാണ് എണീറ്റത്. ഇപ്പം 4:15. അപ്പോൾ നമ്മൾ എലിഫന്റ് സഫാരിക്ക് പോകണം. അപ്പോൾ നമ്മുടെ ടൈം 4:45 AM ആണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്ന അവർ ഡ്രോപ്പ് ചെയ്യും അവിടെ എലിഫന്റ് സഫാരിക്ക് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക്. സോ ഗൈസ്, നമ്മുടെ ഹോട്ടലിൽ നിന്നും എലിഫന്റ് പോയിന്റ് പിക്കപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എലിഫന്റ് സഫാരി ചെയ്യുന്ന റൂട്ടും ജീപ്പ് സഫാരി ചെയ്യുന്ന റൂട്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എലിഫന്റ് സഫാരി ചെയ്തതിന് ശേഷമായിരിക്കും ജീപ്പ് സഫാരി ചെയ്യുന്നത്. സോ നമ്മൾ സൺറൈസ്, ആനപ്പുറത്തിരുന്ന് സൺറൈസ് കാണാനാണ് ഞങ്ങളുടെ പ്ലാൻ. എന്താവുമെന്ന് അറിയില്ല. അങ്ങനെ പതിയെ നേരം വെളുത്ത് തുടങ്ങി. അങ്ങനെ വെസ്റ്റേൺ ബാഗോരി ഹിൽസിന്റെ അവിടെയാണ് നമ്മൾ എലിഫന്റ് സഫാരി ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വേറെ റൂട്ടിലായിരിക്കും ജീപ്പ് സഫാരിയും ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും വ്യക്തമായി തുടങ്ങി. നല്ല ഐശ്വര്യമായിട്ടൊരു കുഞ്ഞ് പിടിയാന വരുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് രാവിലെ എണീറ്റ്. ഗൈസ്, അടുത്ത് ഇതൊരു കൊമ്പൻ വരുന്നുണ്ട്. കൊമ്പന്റെ കൊമ്പൊക്കെ പകുതി മുളച്ചു, പകുതി മുറിച്ചു. എൻട്രിക്കുള്ള ലൈനാണ് ഈ കാണുന്നത്. ബാക്കിലും ഇപ്പോൾ ലൈൻ കൂടി തുടങ്ങി. സോ ഗൈസ്, ആ കാണുന്നതാണ് നമ്മുടെ ആനേനെ പിക്കപ്പ് ചെയ്ത സ്പോട്ട്. അപ്പം ഞങ്ങൾ ആനപ്പുറത്ത് കയറി. മുമ്പിൽ കാണുന്നിടത്തും നമ്മുടെ 2 ആളുകളുണ്ട്. ഇതാ വേറൊരു ആനപ്പുറത്ത് 2 പേർ വരുന്നു. ഇവിടെ ഒരുപാട് ആനകളുണ്ട് കേട്ടോ. ഒരു 50 എങ്കിലും 50 കണക്കിന് ആനകളെങ്കിലും ഉണ്ട്. ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. പൂരത്തിനെതിരെ, ആനക്കെതിരെ സംസാരിച്ചവർ ഇത് ആനപ്പുറത്ത് കയറി എടുക്കാം. അപ്പൊ നമ്മൾ ആനപ്പുറത്ത് ഇരുന്ന് സൺറൈസ് കാണാനാണ് പോകുന്നത്. ഓൾറെഡി സൺറൈസ് ആയി. 5 മണിക്കാണ് സൺറൈസ്. ഫസ്റ്റ് സ്പോട്ട് ചെയ്ത ആനിമൽ മാനാണ് ഗൈസ്, മാൻ. അപ്പൊ മാന്റെ അടുത്തേക്ക് ഞങ്ങൾ ആനപ്പുറത്ത് പോയിക്കാണ്. മാനേ, ഇതാ ഞങ്ങളുടെ നെയ്ബർ അനിയിൽ, ഞങ്ങളുടെ പ്രിയങ്കരനായ സുബൈറും ഫാമിലിയും ഇവിടെയും എല്ലാവരും 4 പേരെ വെച്ചാണ് ഒരു ആനയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പുറമെ അവിടെ തൊട്ട് ബാക്കിലൊരു റൈനോനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ആനയും തമ്മിൽ കമ്പനിയാണ്. കാണുന്നതാണ്, അതിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. ക്ലിയർ ആവുന്നില്ല. റൈൻ എന്താ കാട്ടിലിരുന്ന് ചെയ്യുന്നത്? റൈനോടെ പുറത്താ. അപ്പോൾ അവിടെ ഒരു റൈനോടെ ഇരുന്ന് ഗ്രേസ് ചെയ്യുന്നുണ്ട്. റൈനോ പോയി. അതിന്റെ കൂടെ ഒരു കുഞ്ഞ് റൈനോയും കൂടി ഉണ്ടായിരുന്നു. അതിന്റെ അടുത്ത് കൂടെ തന്നെ ഒരു കുഞ്ഞൊരു റൈനോ. അവിടെ ഒരു കുഞ്ഞു റൈനയുമായി പോവുക. നമ്മൾ ആനകളാൽ ചുറ്റപ്പെട്ടാണ്. ഈ ആനകളെല്ലാം ഒന്ന് കൂട്ടത്തോടെ അടഞ്ഞാൽ എന്താവും ഗൈസ് അവസ്ഥ? മൈ ഗോഡ്, ചുറ്റും ആനകൾ. സോ ഗൈസ്, ഞങ്ങളുടെ തൊട്ടടുത്ത് ഇതാ റൈനോകൾ നിന്നും മെയ്യുന്നു. അയ്യോ, ഈ റൈനോയുടെ കൊമ്പില്ല ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പെൺറൈന ആയിരിക്കും, അല്ലെങ്കിൽ പെണ്ണാന്ന് തോന്നുന്നു. ആദ്യമാണ് ഇത്ര അടുത്ത് ഒരു 6 അടി ഗ്യാപ്പിൽ ഇരുന്ന ഒരു റൈനോയെ കാണുന്നത്. സോ ഇപ്പോൾ സമയം 5:30 ആണ്. ഇവിടെ നല്ല ഇളം തണുപ്പിൽ
ഫുഡെല്ലാം കഴിച്ച് വേണ്ടി വരുന്ന റൈനകളെ കാണാൻ വേണ്ടി ഒന്നും കഴിക്കാതെ വരുന്ന മനുഷ്യർ, അങ്ങനത്തെ ഒരു പ്രതീകമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഗൈസ് പുള്ളിയില്ലാത്ത മാൻ. പിന്നെ ഒരു കാട്ടുപന്നി, അവിടെ ഒരു ആന ഉണ്ടായിരുന്നു, അത് പോയി. അങ്ങ് ദൂരെ 2 റൈനകൾ മെയ്യുന്നുണ്ട്. മെയ്യുന്ന ഒരു റൈനോ. ഇവിടെ കുറച്ച് ആനയെ കയറുന്ന സ്പോട്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ 5 മണിയുടെ ഇത് കഴിഞ്ഞു. ഇനിയിപ്പോ 6 മണിയുടെ ആളുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജസ്റ്റ് ഒരു 1 hour റൈഡാണ്, കുഴപ്പമില്ല. കുറെ റൈനോനൊക്കെ അടുത്തൊക്കെ കാണാം. ഭാഗ്യമുണ്ടെങ്കിൽ ആണ് ഈ പുലികളെല്ലാം കാണാൻ പറ്റത്തുള്ളൂ. കുഴപ്പമില്ല, 1 മണിക്കൂറിന് ഇതായിരുന്നു. ഇതാ കുറെ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കയറാം, എന്നിട്ട് നമുക്ക് ജീപ്പ് സഫാരിയിലേക്ക്. ഒന്നുമില്ല എന്റെ കയ്യിൽ ഒന്നുമില്ല. വ്ലോഗിൽ കാണാം നിന്നെ, ഓക്കെ? വ്ലോഗിൽ കാണാം. ഇത് പഴമല്ല, പഴം നെഹി. നമ്മളിതാ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എലിഫന്റ് സഫാരിക്ക് ശേഷം ചായ പിടിച്ചിട്ട് ജീപ്പ് സഫാരി ഉന്മേഷത്തോടു കൂടി പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. കണ്ടാമൃഗം എന്താണെന്ന് ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഇവർ ഇത്ര നാൾ വിചാരിച്ചത് ഹിപ്പോപ്പൊട്ടാമസും കണ്ടാമൃഗം എല്ലാം ഒരു വസ്തുവാണെന്നാണ്. ഹിപ്പോപ്പൊട്ടാമസിന്റെ മലയാളം എന്താണെന്ന് അറിയണവർ താഴെ കമന്റ് ചെയ്യണം. ആദ്യമായിട്ട് ആനപ്പുറത്ത് കയറിയ അനുഭവം പറ. 60 വർഷത്തിന് അല്ലല്ല, നേരിട്ട് ആനയുടെ പുറത്ത് കയറിയിട്ടില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? ഇളകി ഇങ്ങനെ പോകാം. അല്ല, ഇഷ്ടപ്പെട്ട? കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ട. എന്നാലും ആനക്കെതിരെ ആനയെ ഉപദ്രവിക്കുന്നതിനെതിരെ സംസാരിച്ചിട്ട് ഇവിടെ വന്ന് ആനയുടെ പുറത്ത് കയറി ശരിയായില്ല. അതൊരു കുറ്റബോധം ഉണ്ടല്ലേ? കയറുന്നത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആദ്യം തന്നെ. പക്ഷെ ഇപ്പൊ എൻ്റെ എല്ലാ പേടി മാറി. അത് മാത്രമല്ല, പ്രത്യേകമായിട്ടുള്ള ചെയറും കുഷനും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട്. എനിക്ക് ഏറ്റവും പേടിയുള്ള, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള ഒരു മൃഗമായിരുന്നു ആന. പക്ഷെ ഇപ്പൊ ഞാൻ ചെറുപ്പത്തിലൊക്കെ എപ്പോഴും പേടിച്ച് ആനയുടെ സ്വപ്നം കാണുമായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ഞാൻ ആനയുടെ പുറത്ത് കയറിയില്ല. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആനപ്പുറത്ത് കയറി നമ്മൾ ഡയറക്റ്റ് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ ആനയുടെ ചൂടും നമ്മുടെ എല്ലാം കൂടി നല്ല സുഖമുണ്ടായിരുന്നു. അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. ഇതൊരു സീറ്റിംഗ് കപ്പാസിറ്റിയാണ്, എന്നാലും കുഴപ്പമില്ല, നന്നായിരുന്നു. അതിൽ കൂടുതൽ നമ്മൾ റൈനോസിനെ കാണുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് തന്നെ. വളരെ അടുത്ത് കാണാൻ പറ്റി. ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങൾ കാസർഗോഡ് കയറാണെങ്കിൽ അത്യാവശ്യം എല്ലാ ഏജിലുള്ളവർക്കും കയറാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം ഹൈറ്റിൽ പോയിട്ട് അവിടെ നിർത്തിയിട്ടാണ് ആനപ്പുറത്ത് കയറുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ആനപ്പുറത്ത് കയറിയിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് അത് തന്നെ ബുക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ജീപ്പ് സഫാരിക്കും പോവാം. സോ അങ്ങനെ പ്ലാൻ ചെയ്താൽ മതി. അപ്പോൾ ഓൺലൈനിൽ നിന്ന് എപ്പോഴും നേരത്തെ ബുക്ക് ചെയ്യണം, കാരണം എലിഫന്റ് അധികം ഇത് അവൈലബിൾ ആയിരിക്കത്തില്ല. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ കാസിരംഗ ഇൻ. ഇത് മറ്റേ ജീപ്പ് സഫാരിയുടെ എൻട്രൻസിന് അവിടെ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എലിഫന്റ് സഫാരി മാത്രമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജീപ്പ് സഫാരി ഇവിടെ വന്നിട്ട് ഹോട്ടലുകാരോട് ബുക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യും. അപ്പോൾ അവരുടെ തന്നെ വണ്ടിയുണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോഴും കുറച്ച് കുറവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യും. ഇപ്പോൾ ഈ വണ്ടിയിലാണ് ഞങ്ങൾ ജീപ്പ് സഫാരിക്ക് പോകാൻ പോകുന്നത്. പഴയൊരു ജിപ്സിയാണ്, അടിപൊളി. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പുലിയെ കാണുമോ എന്ന് അറിയില്ല. ഞാൻ ഇത് പല സഫാരികൾ പോയിട്ടുണ്ട്, ഇതുവരെ ഒരു പുലിയെ കാണാൻ സാധിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ ഇത്തവണ ഞാൻ പുലിയെ കാണുകയാണെങ്കിൽ ഡ്രൈവർക്ക് ഒരു 500 ഞാൻ സ്പോൺസർ ചെയ്യാൻ ഞാൻ പറയാറ്. പുള്ളിയും കൂടി ആ ഒരു ഇത് വരെ. അങ്ങനെ ഞങ്ങളുടെ ജീപ്പ് സഫാരി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് നമ്മൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഉള്ളിലേക്ക് ഇത് ചെയ്തു. അങ്ങനെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയത്തില്ല. എല്ലാവരും ഹയർ വരുന്നേക്ക് ഒരു പുള്ളിക്കാരത്തിയുടെ വില പേശി ഒരു ബൈനോക്കുലർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, 200 രൂപ. ഇവിടെ പോകുന്ന വഴി ഒന്നും കാണുന്നില്ല. ഒരാളെ കാണുന്നുണ്ട്, ഒരു കണ്ണട വെച്ച ഒരാളെ. ഇത് 2 മാനുകൾ ഇരുന്ന് മെയ്യുന്നു ഗൈസ്. കപ്പിൾസ് മാനാന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ നല്ല ഒരു ആൽഫ മെയിൽ അതിൽ കൂടെ പോകുന്നുണ്ട്. ഞങ്ങളെ കണ്ട് ഇവിടെ നിൽക്കുകയാണ്. ആക്രമിക്കുമോ എന്ന് അറിയത്തില്ല. അയ്യോ, നമ്മുടെ നേരെയാണ്. മാമാനാണ് ടാർഗറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. എന്തോ കണ്ട് പേടിച്ചിരിക്കുകയാണ്.
സംതിങ് സ്മെല്ല് കിട്ടുന്നുണ്ടായിരുന്നു. അല്ല അറ്റാക്ക് ചെയ്യും. ഞങ്ങൾക്ക് പേടിയാകുന്നു. മാമി വീഡിയോ എടുക്കും. മാമിയും ഞാൻ എടുക്കാം. ഗൈസ് ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുകയാണ് ഈ റെയിനോ. ഇപ്പോഴാണ് ഒരു മൂച്ചുള്ള ഒരെണ്ണത്തിനെ കണ്ടേട്ടാ. റെയിനോ ഞങ്ങളുടെ നേരെ വരുന്നുണ്ട്. അതുകൊണ്ട് ജീപ്പ് റിവേഴ്സ് എടുത്തോണ്ടിരിക്കുകയാണ്. നല്ല കൊമ്പുണ്ട്. അപ്പൊ അത് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ടുള്ളത് തിരിച്ചുപിടി. റോഡ് ക്രോസ് ചെയ്യാനായിട്ടേ അതിന്റെ എയിം റെയിനോ ഒരു പടച്ചട്ട. റോഡ് ക്രോസ് ചെയ്യാനായിരുന്നു. അപ്പൊ അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോണ സീനാണ്. റോഡ് ക്രോസ് ചെയ്ത് കൈ മാറ്റി ഇവിടെ ഒരു ആന അവിടെ ഇരുന്ന് രാവിലെ തന്നെ മണ്ണൊക്കെ വാരി കളിക്കുന്നു. മോക്ക് ചെയ്യാൻ പാടില്ല അനിമൽസിനെ. ഹമേശ ഇധർ ഹി രഹതാ ഹൈ. ഇവിടെ ഏതോ ഒരു ടവറിലെത്തി. ഞങ്ങൾ അങ്ങ് ദൂരെ 2 പന്നിക്കുട്ടന്മാരെ കണ്ടു. ഇവിടെ പിന്നെ അത്രേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പൊ ഇനി ഓൾമോസ്റ്റ് തീരാറായി. ഇതാണ് ഞങ്ങളുടെ ജിപ്സി. ഇവിടെ വേറെ കുറച്ച് മലയാളികളും വന്നിട്ടുണ്ട്. സോ ഞങ്ങൾ ഇവിടെ നിന്ന് 4:15 ഇറങ്ങി. 4:45 റിപ്പോർട്ട് ചെയ്തു. 5 മണിക്ക് ഞങ്ങൾ ആനപ്പുറത്ത് കയറി. 5 മണി തൊട്ട് 6 മണി വരെ ഞങ്ങൾ എലിഫന്റ് സഫാരി ചെയ്തു. പിന്നെ 6 മണിക്ക് ശേഷം 6:30 ഞങ്ങളോട് തിരിച്ചെത്തി. പിന്നെ 7:00 ഞങ്ങൾ ജീപ്പ് സഫാരിക്ക് പോയി. പിന്നെ ജീപ്പ് സഫാരിക്ക് പോയിട്ട് ഞങ്ങൾ 10:30 ആയപ്പോഴേക്കും ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ കാസിരംഗ ചാപ്റ്റർ ക്ലോസ്. ഇനി അടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഷില്ലോങ് പോകാനാണ് പ്ലാൻ. അപ്പൊ കാസിരംഗ ടു ഗുവാഹട്ടി നമുക്ക് ബസ് ഉണ്ട്. നമുക്ക് റെഡ് ബസ് വഴി ബുക്ക് ചെയ്യാൻ പറ്റും. 500 അത്രയ്ക്ക് നല്ല AC സീറ്റർ ബസ് ഉണ്ട്. അപ്പൊ 12:30 ബസ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ഇവിടെ നിന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഞങ്ങൾ പോകാനാണ് പ്ലാൻ ഗുവാഹട്ടിയിലേക്ക്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ. നമുക്ക് ഓരോരുത്തരുടെ എന്തൊക്കെ ആനിമൽസിനാണ് അവര് അവിടെ വെച്ച് കണ്ടേന്ന് നോക്കാം. റൈനോസറസ് കുറെ കാണാൻ പറ്റി. പിന്നെ എലിഫന്റിനെ കുറെ കാണാൻ പറ്റി. അവിടെ ഏതാ മൃഗത്തിനെ കണ്ടേ? മുതി റൈനോ കണ്ടാമൃഗം എന്ന് പറയും. പിന്നെ ആനകള്, മാനുകള്, അത്ര മതി. ഇനി ഇവര് പറഞ്ഞത് പറയാൻ പാടില്ല കേട്ടോ. പക്ഷികള്. നല്ല പൈതനെ കാണാൻ പറ്റി. പൈതലോ? പൈത്തൻ നല്ല പൈത്തനെ കാണാൻ. മാമ ആരും പറയാത്തൊരു മൃഗത്തിനെ പറ. ആനേനെ നമ്മുടെ അവിടെ കാണുന്ന ബൈസൺ ടൈപ്പ് അല്ല, നാടൻ ടൈപ്പ് കാട്ടുപോത്ത്, നല്ല കൊമ്പൊക്കെ ഉള്ള. അതിനൊരു കൂട്ടത്തിനെയും സിംഗിൾ ആയിട്ടൊക്കെ കാണാൻ പറ്റി. വളരെ അടുത്ത് കാണാൻ പറ്റി. വളരെ അടുത്ത്. എന്തായാലും ജീവിതത്തിൽ ഒരു പ്രാവശ്യം വന്നിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അടിപൊളിയാണ്. കാസിരംഗ ഇന്നാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയൊക്കെയുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ആണ്. ഇതാണ് ഇവിടുത്തെ റൂം. ഏറ്റവും ഫ്രണ്ടിലിട്ടേക്കുന്നത് സല്യൂട്ട് ചെയ്യുന്നു ഗൈസ്. താങ്ക് യു